ഒരുപാട് സുന്നത്ത് നിസ്കരിക്കുന്ന ഉമ്മമാരോട്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉപ്പമാരോട്, ദുഹാ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരോട്, അല്ലാഹുവേ സുന്നത്ത് നമസ്കാരങ്ങളെ ഇഷ്ടപ്പെടുന്നവരോട് നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒരു പ്രതിഫലമാണോ പറയുന്നത്? സാബിത്ത് ബിൻ അസ്ലം എന്ന് പറയുന്ന മഹാനിന്റെ പൊന്നാര മകളോട് ജനങ്ങൾ ചോദിക്കുന്നു, മോളെ നിങ്ങളുടെ വാപ്പ മരിച്ചപ്പോ ഉപ്പാടെ മുഖത്തു വല്ലാത്ത പ്രകാശമാ, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാ, നിന്റെ വാപ്പാടെ ശരീരത്തു വല്ലാത്ത സുഗന്ധമായിരുന്നു. നിസ്കരിക്കാൻ 10,000 ജനങ്ങൾ കടന്നു വന്നു. നിങ്ങളുടെ വാപ്പ ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി ഞങ്ങള് സ്വപ്നം കണ്ടു മോളെ. അതുകൊണ്ട് ഞങ്ങൾക്കും അതുപോലെ ഒരു ഭാഗ്യം വേണം. നിന്റെ വാപ്പ ചെയ്ത നന്മ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? നിന്റെ വാപ്പ ചെയ്ത നന്മ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ആ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ സുബഹിക്ക് എഴുന്നേക്കുന്നത് എങ്ങനെയെന്നറിയോ? എന്റെ വാപ്പാടെ കരച്ചര കേട്ടട്ടാ, എന്റെ ഉപ്പാടെ കരച്ചര കേട്ടട്ടാ. എല്ലാ ദിവസവും ഞാൻ സുബഹിക്ക് മുമ്പ് എഴുന്നേക്കുന്നത് എന്റെ ഉപ്പ കരയുന്നത് കേട്ടിട്ടാണ്. എന്തു പറഞ്ഞിട്ടാണ് കരയുന്നതെന്നറിയോ? എന്റെ പിതാവ് കരയുന്നത് എന്തു പറഞ്ഞിട്ടാണെന്നറിയോ? അല്ലാഹുമ്മ ഇൻ കുന്ത അഅതൈത അഹദൻ അസ്സലാത ഫീ ഖബരിഹി, ഖബറിനകത്തിരുന്നിട്ട് നിസ്കരിക്കാൻ ആർക്കെങ്കിലും നീ അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പാപപ്പെട്ട സാബിത്ത് ബിൻ അസ്ലമിനെ തരണേ അല്ലാ. എന്റെ വാപ്പ എല്ലാ ദിവസവും പാതിരാത്രി വെളുപ്പാങ്കാലം വരെ എന്റെ ഉപ്പ സുജൂദിൽ കിടന്നിട്ട് പടച്ചവനോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാ. ആർക്കെങ്കിലും ഖബറിനകത്തിരുന്ന് നിസ്കരിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ അനുവാദം വേണം തമ്പുരാന്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, പെങ്ങളെ അല്ലാഹു പറയുന്നു, ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. എന്റെ വാദ കേൾക്കാമെന്ന പെങ്ങളോട് പറയുകയാ, മോളെ നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാണ്, നല്ല മരണമാണ്, നല്ല മരണമാണല്ലോ നമുക്ക് തരുന്നത്. നിന്റെ ഉമ്മയുടെ ഉമ്മ ഓർമ്മയുണ്ടല്ലോ, പടച്ചവനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടന്നവരല്ലേ, അവർക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കാനുള്ള കാരണം ഉപ്പയും ഉപ്പുപ്പയൊക്കെ മരിച്ചത് കണ്ടവരാണ്. ആ നല്ല മരണം കൊടുക്കാനുള്ള കാരണം എന്താ? ഒരു വഖത്ത് പോലും അവര് മുടക്കാത്തവരാ. എത്ര രോഗം പിടിച്ച് കിടന്നാലും അവര് നിസ്കരിക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നീ വീട്ടിൽ ആദ്യം നന്നാകേണ്ടത് നമ്മളാണ്. നമ്മുടെ നന്നാകണം. നമ്മുടെ കണ്ടാണ് നമ്മുടെ ഭാര്യ പഠിക്കുന്നത്, നമ്മുടെ കണ്ടാണ് നമ്മുടെ മക്കള് പഠിക്കുന്നത്. അവർക്ക് മാതൃകയാകേണ്ടത് നമ്മളാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവോട് ദുആ ചെയ്യാൻ പറഞ്ഞല്ലോ. എന്റെ ഭാര്യയെ നന്നാക്കണം തമ്പുരാന്, എന്റെ മക്കളെയും നന്നാക്കണം തമ്പുരാന്, അവരെ കണ്ണിന് കുളിർമയുള്ളവരാക്കണം തമ്പുരാന്. അല്ലാ എന്നെ നന്നാക്കണേ അല്ലാ, എന്നെ ഇമാമാക്കണം തമ്പുരാന്, എന്നെ നീലിൽ മുത്തഖീന ഇമാമാ. എന്റെ ഭാര്യക്കും മക്കൾക്കും ഇമാമത്ത് നിൽക്കാൻ പറ്റുന്ന
ഒരു നല്ല മനുഷ്യനാക്കി എന്നെ നീ മാറ്റണേ അല്ലാ. അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാൽ നീ മരിച്ചാലും നിന്റെ ഭാര്യ പറയും നീ നല്ലവനാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുകയാണ്. മരണമടുത്തെന്ന് മനസ്സിലാകുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്, പൊരുത്തം ചോദിക്കുകയാണ്, യാത്ര പറയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഫാത്തിമ നിനക്ക് വല്ലതും പറയാനുണ്ടോ ഫാത്തിമ? ഒന്നുമില്ല, എനിക്ക് നിങ്ങളോട് ഇനി ഒന്നും പറയാനില്ല. ഫാത്തിമയോട് പറയുന്നു, എങ്കിൽ റൂമിന്റെ വാതിലടച്ചിട്ട് പുറത്തിറങ്ങ്. മരിക്കാൻ പോകുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, വാതിലടച്ചിട്ട് പുറത്തിറങ്ങാൻ. ഫാത്തിമ ചോദിക്കുന്നു, എന്തിനാ എന്നെ പുറത്തിറക്കുന്നത്? ഞാൻ അങ്ങയുടെ കൂടെ നിൽക്കേണ്ട സമയമാണല്ലോ. ഫാത്തിമ ഇന്നിയറാ അവിടെന്ന് പറയുന്നു, ഫാത്തിമ ജിന്നുകളും മനുഷ്യനുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ, എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ. വാതിലടച്ചു പുറത്തിറങ്ങാൻ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ വാതിലടച്ചു പുറത്തിറങ്ങി. തന്റെ ഭർത്താവ് റൂമിനകത്ത് മരിക്കാൻ കിടക്കുകയാണ്. ആരാണ് കാണാൻ വരുന്നത്? എന്റെ ഭർത്താവിനെ കാണാൻ ആരാണ് വരുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂമിലേക്ക് അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുമ്പോ കാണുകയാ, തന്റെ ഭർത്താവ് സംസാരിക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് സംസാരിക്കുകയാണ്. ആരോടാണ് സംസാരിക്കുന്നതെന്നറിയോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാ. ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് അസ്റായിലിനോട് സലാം പറയുന്നു. പിന്നെ ഖുർആൻ ഓതുകയാണ്. തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് റൂഹ് പിടിക്കാൻ മലക്കുകൾ കടന്നു വന്നപ്പോ ആ മനുഷ്യനോദിയ ആയത്തേതെന്നറിയോ? തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ശഹാദത്ത് കലിമ പറയുകയാണ്. തന്റെ മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. റബ്ബേ, അനക്കമില്ലാതെ വന്നപ്പോ, ശബ്ദം കേൾക്കാതെ വന്നപ്പോ അവിടുന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കിടക്കുകയാ. സഹോദരാ, മരണമെന്ന് പറഞ്ഞാൽ ഇതാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിസ്കാരത്തെ ഇഷ്ടപ്പെടണേ. നിങ്ങൾ നിസ്കാരത്തെ സ്നേഹിക്കണേ. ആ നിസ്കാരത്തെ സ്നേഹിച്ചാൽ ആ നിസ്കാരം ഒരു ഹരമാണോ, അതൊരു ലഹരിയാണോ? പടച്ചവരെ, നിസ്കരിക്കാൻ കിട്ടിയാൽ നിസ്കരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, ആ ഒരു സുഖമുണ്ടല്ലോ. അല്ലാഹുവേ, വല്ലാത്ത ഒരു സുഖമാ.
നിസ്കരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ആനന്ദം, അല്ലാഹുവിനോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്, റബ്ബിനോട് സംസാരിക്കാൻ കിട്ടുന്ന ഒരു സമയമാ സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിസ്കരിക്കാൻ കിട്ടുന്ന സമയമാണ്, നിങ്ങൾ പാഴാക്കല്ലേ. അതുകൊണ്ട് മക്കളെ നിങ്ങളെ കുറിച്ച് നല്ലത് പറയുന്ന മാതൃകയാകുന്ന രീതിയിൽ ജീവിക്കുക സഹോദരാ. മഹാനായ സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു, സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറയുകയാണ്. സാബിത്ത് ബിൻ അസ്ലം തങ്ങളുടെ ജനാസ കണ്ടവർ മുഴുവനും പറയുകയാ, എന്തൊരു മരണമാ, എന്തൊരു പ്രകാശമാ, കണ്ടാ ഉറങ്ങുന്നവരെ പോലെ ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുകയാണ്. പടച്ചവനെ, സാബിത്ത് ബിൻ അസ്ലം തങ്ങളുടെ ജനാസ നിസ്കരിക്കാൻ എവിടെ നിന്നൊക്കെയോ ജനങ്ങൾ കടന്നു വന്നു. ജനസാഗരമാണ് മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തത്. ജനാസ നമസ്കാരം കഴിഞ്ഞു, കൊണ്ടുപോയി ജനാസ ഖബറടക്കി. സുബ്ഹാനല്ലാഹ്, അന്ന് പള്ളിക്കകത്ത് കുറച്ചു പേര് കിടന്നുറങ്ങി. രാവിലെ സുബഹി കഴിഞ്ഞപ്പോ പള്ളിയിൽ വന്നവര് മുഴുവനും ചർച്ചയാണ്. സുബഹി കഴിഞ്ഞപ്പോ പള്ളിയിൽ വന്നവര് മുഴുവനും ചർച്ചയാണ്. എന്താണ് ചർച്ച ചെയ്യുന്നതെന്നറിയോ? എല്ലാവരും പറയുകയാ, എല്ലാവരും സ്വപ്നം കാണുകയാണ്. പടച്ചവനെ, സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി, ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി. ഇന്നലെ കൊണ്ടുപോയി ഖബറടക്കിയിട്ട് പച്ച മണ്ണിന്റെ മണം മാറിയിട്ടില്ല. ആ മനുഷ്യനെ ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി നാട്ടുകാര് സ്വപ്നം കാണുകയാണ്, അയൽവാസികളെ കാണുകയാണ്, പള്ളിക്കകത്ത് കിടന്നവര് കാണുകയാണ്. അങ്ങനെ സുബഹി നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും ചർച്ചയായി. ഞാനെങ്ങനെ കണ്ടു, ഞാനെങ്ങനെ കണ്ടു, ഞാനെങ്ങനെ കണ്ടു, എല്ലാവരും പറയുകയാണ്. അവസാനം എല്ലാവരും കൂടെ സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു, സാബിത്ത് ബിൻ അസ്ലം തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അതാ ചെറിയ മകൾ ഇറങ്ങി വരികയോ, ചെറിയ മകൾ ഇറങ്ങി വരികയാ. സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോളെ കണ്ടപ്പോ, അഖ്ബിരീനാ അൻ നബീകി, അവിടെന്ന് പറയുന്നു, മോളെ, നിന്റെ വാപ്പാനെ ഞങ്ങളിൽ പലരും സ്വപ്നം കണ്ടു മോളെ. നിങ്ങളുടെ വാപ്പ ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി, ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി. ഒരുപാട് സുന്നത്ത് നിസ്കരിക്കുന്ന ഉമ്മമാരോട്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉപ്പമാരോട്, ദുഹാ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരോട്, അല്ലാഹുവേ, സുന്നത്ത് നമസ്കാരങ്ങളെ ഇഷ്ടപ്പെടുന്നവരോട് നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒരു പ്രതിഫലമാണോ പറയുന്നത്? സാബിത്ത് ബിൻ അസ്ലം എന്ന് പറയുന്ന മഹാനിന്റെ പൊന്നാര മകളോട് ജനങ്ങൾ ചോദിക്കുന്നു, മോളെ, നിങ്ങളുടെ വാപ്പ മരിച്ചപ്പോ ഉപ്പാടെ മുഖത്തു വല്ലാത്ത പ്രകാശമാ, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാ, നിന്റെ വാപ്പാടെ ശരീരത്തു വല്ലാത്ത സുഗന്ധമായിരുന്നു. നിസ്കരിക്കാൻ പതിനായിരക്കണക്കിന് ജനങ്ങൾ കടന്നു വന്നു. നിങ്ങളുടെ വാപ്പ ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി ഞങ്ങള് സ്വപ്നം കണ്ടു മോളെ. അതുകൊണ്ട് ഞങ്ങൾക്കും അതുപോലെ ഒരു ഭാഗ്യം വേണം. നിന്റെ വാപ്പയ്ക്ക് നല്ല മരണം കിട്ടിയതുപോലെ ഞങ്ങൾക്കും ഒരു മരണം വേണം മോളെ. അതുകൊണ്ട് നിന്റെ വാപ്പ ചെയ്ത നന്മ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? നിന്റെ വാപ്പ ചെയ്ത നന്മ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ആ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ സുബഹിക്ക് എഴുന്നേക്കുന്നത് എങ്ങനെയെന്നറിയോ? എന്നെ ആരും വിളിക്കാറില്ല, അലാറം വെക്കാറില്ല. പിന്നെ എങ്ങനെയാണ് സുബഹിക്ക് എഴുന്നേക്കുന്നതെന്നറിയോ? എന്റെ വാപ്പാടെ കരച്ചില് കേട്ടട്ടാ.
എന്റെ ഉപ്പാടെ കരച്ചിൽ കേട്ടട്ടാ എല്ലാ ദിവസവും ഞാൻ സുബഹിക്ക് മുമ്പ് എഴുന്നേക്കുന്നത്. എന്റെ ഉപ്പ കരയുന്നത് കേട്ടിട്ടാണ്. എന്തു പറഞ്ഞിട്ടാണ് കരയുന്നതെന്നറിയോ? എന്റെ പിതാവ് കരയുന്നത് എന്തു പറഞ്ഞിട്ടാണെന്നറിയോ? അല്ലാഹുമ്മ ഇൻ കുന്ത അഅതൈത അഹദൻ അസ്സലാത ഫീ ഖബ്രിഹി ഖബറിനകത്തിരുന്നിട്ട് നിസ്കരിക്കാൻ ആർക്കെങ്കിലും നീ അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പാപപ്പെട്ട സാബിത്ത് ഇബ്നു അസ്ലമിനെ തരണേ അല്ലാ. എന്റെ വാപ്പ എല്ലാ ദിവസവും പാതിരാത്രി വെളുപ്പാങ്കാലം വരെ എന്റെ ഉപ്പ സുജൂദിൽ കിടന്നിട്ട് പടച്ചവനോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാ, ആർക്കെങ്കിലും ഖബറിനകത്തിരുന്ന് നിസ്കരിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ അനുവാദം വേണം തമ്പുരാന്. എനിക്ക് കൊതി തീർന്നിട്ടില്ല തമ്പുരാന്, എനിക്ക് മതിയായിട്ടില്ല തമ്പുരാന്. അല്ലാഹുവേ ആ കരച്ചിലുള്ള ആ ദുആ കേട്ട് കരയുന്നത് കേട്ടിട്ടാണ്, ആ ദുആ ചെയ്ത് കരയുന്നത് കേട്ടിട്ടാണ് ഞാൻ എഴുന്നേക്കുന്നതെന്ന് പൊന്നുമോള് പറയുമ്പോ വാപ്പാ അല്ലയാ പറയുന്നത്, അല്ലയാ പറയുന്നത്. മുടക്കല്ലേ പെങ്ങള്, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അത് തമാശയല്ല, കളിയല്ല. 5 നേരം നിസ്കരിച്ച വൽആഖിബത്തു ലിത്തഖ്വാ, മരണം തരുമെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവേ ഒരു നല്ല മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം, സ്വർഗം കണ്ട് തൗബ ചെയ്ത് നന്മ ചെയ്തുകൊണ്ടിരിക്കും സമയത്ത് വുളുവോടുകൂടി മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായി കടന്നു വരികയാ, സംഘാടകർ ബക്കറ്റുമായി കടന്നു വരികയാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക എടുക്കണോ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക എടുക്ക്. ഒരിക്കലും നഷ്ടമാകില്ല, ഒരിക്കലും നഷ്ടമാകില്ല. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സദക്ക കൊടുക്ക്. വരാനിരിക്കുന്ന ദുരന്തങ്ങൾ, അപകടങ്ങൾ, മാരകമായ രോഗങ്ങൾ. എടോ അള്ളാഹുവിന് ശരി. ഇപ്പൊ പലരും പറയും, ഉസ്താദെ ഞാൻ മരുന്ന് കഴിച്ചു രോഗം മാറുന്നില്ല, ആ ഹോസ്പിറ്റലിൽ പോയി. പെങ്ങളെ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന സദക്ക കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുരന്തങ്ങൾ, അപകടങ്ങൾ, മാരകമായ രോഗങ്ങൾ, ഇന്ന് പനി പടരുന്നത് പോലെ രോഗം പടരുന്ന കാലമാണ്. പനി പടരുന്നത് പോലെ മാരക രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും അൽഹംദുലില്ലാഹ് അള്ളാഹുവെ മാരകമായ രോഗങ്ങളെ തൊട്ട്, അറുത്തുമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ എന്ന നിയ്യത്തോടെ ഒരു നല്ല സദക്ക